എന്റെ അമ്മേ, ശരിക്കും പറഞ്ഞാല് മുടി കെട്ടിവെക്കാനും പോലും തോന്നണില്ല കേട്ടോ. അങ്ങനെ വിരിച്ചിട്ട് നടക്കാനാണ് തോന്നണത്. അത്രയ്ക്കും ഒരു മാറ്റമാണ് ഈ ഒരു ഹെയർ പാക്ക് തന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് മുടിയിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം അറിയാൻ വേണ്ടി പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്, മുടിയെ ടോട്ടലി അടിമുടി മാറ്റണം, മുടിക്ക് ഉള്ളു കൂട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മുടി ചീഴുന്ന സമയത്ത് കട്ടായിട്ട് പോവുക, കട്ടായി താഴെ വീഴുക, സ്പ്ലിറ്റൻസ് വരിക, ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുക, മുടി ഒട്ടും തന്നെ ഭംഗിയില്ല, ഒട്ടും വോള്യൂം ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്ക് ഒറ്റ ഹെയർ വാഷ് കൊണ്ട് തന്നെ നമ്മുടെ മുടിയെ ടോട്ടലി മാറ്റും എന്നുള്ളത് 1000 മടങ്ങ് എന്താ പറയുക, ഗ്യാരണ്ടി ഞാൻ പറയും. അത്രയ്ക്കും ഒരു മാറ്റമാണ് നമ്മുടെ മുടിയിൽ ഈ ഒരു ഹെയർ പാക്ക് തന്നിരിക്കുന്നത്. ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് വലിച്ചു നീട്ടുന്നില്ല. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ എടുക്കുന്നത് നമ്മുടെ വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിൽ എന്തായാലും വാങ്ങിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ വെണ്ടയ്ക്ക നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാം. എൻ്റെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് ഒരു 6-7 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വെണ്ടയ്ക്കയിൽ ആ ഒരു ജെല്ലുണ്ട്. ആ ഒരു ജെല്ല് നമ്മുടെ മുടിയെ ടോട്ടലി മാറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അറിയില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്കിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാൻ വേണ്ടി പറ്റൂ കേട്ടോ. അത്രയ്ക്കും ഒരു മാറ്റമാണ് നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്കയുടെ ജെല്ല് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കറക്റ്റ് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിന്ന് കുറഞ്ഞ ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നമ്മൾ നേരെ അടുപ്പത്ത് കൊണ്ടുവച്ച് നല്ലതുപോലെ വെട്ടിത്തിളപ്പിക്കുക. നമ്മൾ സാധാരണ രീതിയിൽ വെണ്ടയ്ക്ക വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ തന്നെ അതിൻ്റെ ഒരു ജെല്ലി ഫോമായിട്ട് മാറും. പക്ഷേ നമ്മൾ ഇങ്ങനെ അത് ചൂടാക്കി എടുക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ വെണ്ടയ്ക്കയുടെ ജെല്ല് മുഴുവനായിട്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഒരു ഡാർക്ക് ഗ്രീൻ കളർ, യെല്ലോയിഷ് കളറായിട്ട് നമ്മുടെ ഈ ഒരു ജെല്ല് മാറിയിട്ടുണ്ടാവും. അത് നിങ്ങൾ ചൂടാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും. തിളപ്പിക്കുന്ന സമയത്ത് നല്ലതുപോലെ തിളച്ച് പൊന്തി നോര പൊന്തു കേട്ടോ. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നല്ല രീതിക്ക് ഇളക്കി കൊടുത്ത് ഇത് ജെല്ലി ഫോമിലേക്ക് മാറുമ്പോൾ, വാട്ടർ ഫോമിൽ നിന്നും ജെല്ലി ഫോമിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു അരിപ്പ് യൂസ് ചെയ്ത് അപ്പം തന്നെ നമുക്ക് ഇത് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും, ഭയങ്കര ഒരു ലിക്യൂഡ് ആയിട്ടുള്ള നല്ലൊരു തിക്കായിട്ടുള്ള ജെല്ലായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ വെണ്ടയ്ക്കയുടെ ഒരു ജെല്ല്. ഇനി ഇത് കുറച്ച് സമയം ചൂടാറാൻ വേണ്ടി വെക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പഴമാണ്. നമുക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇതേപോലുള്ള നേന്ത്രപ്പഴം, നമ്മുടെ വലിയ പഴം എടുക്കാനാണ്, ഏത്തപ്പഴം എടുക്കാനാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക. കാരണം നമ്മുടെ മുടിക്ക് നല്ലതുപോലെ തിക്നെസ് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു പഴത്തിനാണ് കേട്ടോ. മറ്റ് പഴങ്ങളെ അപേക്ഷിച്ച് എഫക്റ്റ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ നേന്ത്രപ്പഴം എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ കട്ട് ചെയ്തിടാൻ വേണ്ടി പാടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം പഴത്തിൻ്റെ നടുക്കെ കൂടെ അതിൻ്റെ ഒരു കായ ഉണ്ടാവും. അത് നമ്മുടെ മുടിയിൽ പറ്റിപ്പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലാക്ക് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മുറിച്ചെടുത്തതിന് ശേഷം പഴം കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് അരിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നേരെ ഒരു മിക്സിയിലേക്ക് ഇട്ട് നമ്മൾ നല്ലതുപോലെ അരച്ചെടുക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുക, മുഴുവനായിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്കയുടെ ജെല്ലും ഇതിൽ ഒഴിച്ച് അരയ്ക്കാൻ വേണ്ടി പാടില്ല. ഭയങ്കര ലൂസായി പോകും. എനിക്ക് പറ്റിയൊരു അബദ്ധം അതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെണ്ടയ്ക്കയുടെ ആ ഒരു ജെല്ല് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് മാത്രം ഒഴിച്ച് ഇത് നല്ല രീതിക്ക് അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിയുമ്പോൾ എന്തായാലും കുറച്ച് ലൂസായിട്ടുള്ള ആ ഒരു ഫോമിലായിരിക്കും നമ്മുടെ ഈ ഒരു പാക്ക് ഇരിക്കുന്നുണ്ടാവുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ 2ാം പ്രാവശ്യം വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുത്ത് ജെല്ലെടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് അബദ്ധം വരാതിരിക്കാനാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് വീണ്ടും ഇതൊന്ന് കട്ടിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പരുവം ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ ഇതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്കയുടെ ആ ഒരു ജെല്ല് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു സ്റ്റാർ ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ മുട്ടയാണ്. മുട്ടയിൽ ഹൈ ലെവൽ പ്രോട്ടീൻസ് ആൻഡ് വിറ്റമിൻസ് അടങ്ങിയത് കൊണ്ട് തന്നെ ഈ ഒരു ഹെയർ പാക്കിലേക്ക് നമ്മുടെ എഗ് വൈറ്റും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇനിയുമേ നമ്മുടെ മുടിക്ക് അടിപൊളി റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മുട്ട മുഴുവനായിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. മുട്ടയുടെ മഞ്ഞ മിക്ക ആൾക്കാർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വൈറ്റ് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കാണിച്ചു തന്നത്. മഞ്ഞ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ഈ ഒരു ഹെയർ
പാക്കിൽ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ച് ഇത് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യമേ തന്നെ നിങ്ങളുടെ മുടിയിലെ ജട മുഴുവനായിട്ടും തന്നെ കളയുക. മുടിയിലെ ജട നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് കളയുക എന്നുള്ളത് അറിയാം. എന്നിരുന്നാലും ഞാൻ ഒന്നും കൂടി പറയാണ്, മുടിയിൽ നമ്മൾ എപ്പോഴും മുടിയിലെ ജട കളയുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് തുടങ്ങാതെ നമ്മുടെ മുടിയുടെ എൻഡ് മുതൽ ചീവി കൊടുത്ത് മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ നമ്മുടെ മുടിയിലെ ജട കളയാൻ വേണ്ടി പറ്റും. മിക്ക ആൾക്കാരും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, മുടി ചീവുന്ന സമയത്ത് പൊട്ടി പോകുന്നുണ്ട് ചേച്ചി കൂടുതലായിട്ട് എന്നുള്ളത്. അത് നിങ്ങൾ ഡയറക്റ്റായിട്ട് ചീപ്പ് യൂസ് ചെയ്ത് നമ്മുടെ മുടിവേര് മുതൽ തന്നെ ചീവുമ്പോഴാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. അങ്ങനെ ചെയ്യാതെ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി കട്ടായി പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ജട കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഓയിൽ ഉണ്ടല്ലോ, അത് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ വേർതിരിച്ച് നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിൽ മാത്രമല്ല മുടിയിലും നല്ല രീതിക്ക് ഹെയർ ഓയിൽ ഡീപ്പായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മസാജ് നമ്മുടെ സ്കാൽപ്പിന് കൊടുത്ത് നമ്മുടെ മുടി കെട്ടി വയ്ക്കുക. 1 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ ഇടാൻ വേണ്ടി പാടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി തന്നെ, നാളെ ഈ ഒരു ഹെയർ പാക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ നല്ല രീതിക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് കൊടുക്കുന്നുണ്ട്. മസാജ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു നല്ലൊരു റിലാക്സേഷൻ നമുക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ഹെയർ ഓയിൽ ഇടുമ്പോഴൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ ഹെയർ ഓയിൽ ഇട്ട് മസാജ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം അറിയാം. ഇനി ഞാൻ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും ഒക്കെ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കണം. മുടി വളരാനും കൂടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ മുടി ഒരു പാർട്ടീഷൻ സെക്ഷൻ തിരിക്കുക. അതിനുശേഷം മുടിവേര് മുതൽ നമ്മുടെ മുടിയുടെ എൻഡ് വരയ്ക്കും ഇങ്ങനെ വലിച്ചു കൊടുത്ത് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ വലിച്ചു കൊടുത്ത് ലെയറുകളായിട്ട് തിരിച്ച് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഗുണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുടിയിൽ സ്പ്ലിറ്റൻസ് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതേപോലെ തന്നെ മുടി ഇങ്ങനെ ചുളുങ്ങി ഇങ്ങനെ ചുരുണ്ടുകൂടി നിൽക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ മുടിക്ക് ഒരു സ്ട്രൈറ്റ് ലുക്ക് തരും. അത് അങ്ങനെ നമ്മുടെ മുടിക്ക് ഒരു സ്ട്രൈറ്റ് ലുക്ക് കിട്ടുമ്പോൾ നമ്മുടെ മുടി ഇനിയുമേ ലെങ്ത് വെച്ചതുപോലെ തോന്നും കേട്ടോ. ആ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റൂ കേട്ടോ. ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ മെഷർമെൻറ്റ് എടുത്ത് വെക്കും നിങ്ങളുടെ മുടിയുടെ. ഈ ഒരു പാക്ക് ഇട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിക്ക് ഒരിത്തിരിയെങ്കിലും ലെങ്ത് വെച്ചതുപോലെ തോന്നിപ്പിക്കും. അത്രയ്ക്കും ഒരു മാറ്റം ഈ ഒരു ഹെയർ പാക്ക് തരും. അപ്പോൾ കുറച്ച് ലൂസ് ആയതുകൊണ്ട് ഞാൻ മുഴുവനായിട്ടും അപ്ലൈ ചെയ്യുന്നത് കാണിക്കുന്നില്ല. ഈ ഒരു രീതിയിൽ തന്നെ മുഴുവനായിട്ടും ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുശേഷം ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു 20 മിനിറ്റ് മാത്രം നമ്മുടെ മുടിയിൽ വെച്ചിരുന്നാൽ മതി. അതിനുശേഷം ഇത് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഷാമ്പൂ ഉണ്ടല്ലോ, അത് വെച്ച് ഹെയർ നല്ല രീതിക്ക് തന്നെ വാഷ് ചെയ്തെടുക്കുക. ഹെയർ വാഷ് ചെയ്തെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടോ. കാരണം ഇതും എനിക്കും അറിയില്ല നമ്മുടെ മുടിയിൽ എത്രമാത്രം ഇത് മാറ്റം തരും എന്നുള്ളത്. ഞാനും പരീക്ഷിക്കുകയാണല്ലോ. എൻ്റെ മുടിയിൽ ഞാൻ പരീക്ഷിച്ച് എനിക്ക് റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ നല്ല രീതിക്ക് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, എന്ത് ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുത്താലാണ് നമ്മുടെ മുടി മാറുക. അങ്ങനെയുള്ളത് കൂടുതലായിട്ട് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടാണ് ഓരോ ഹെയർ പാക്കുകളും ഞാൻ എൻ്റെ മുടിയിലിട്ട് അതെനിക്ക് മാറ്റം കിട്ടുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം എനിക്കും അറിയില്ല തിക്നെസ് കൂടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ഞാൻ അറിഞ്ഞു. ഞാൻ അങ്ങനെ ഹെയർ പാക്ക് ഉണ്ടാക്കി എൻ്റെ മുടിയിൽ ഞാൻ യൂസ് ചെയ്യുമ്പോഴും എനിക്ക് ടെൻഷനാണ്, മാറ്റം ഉണ്ടാവില്ലേ എന്നുള്ളതൊക്കെ എനിക്കും ഒരു ടെൻഷനാണ്. അങ്ങനെ ഞാൻ ഹെയർ വാഷ് ചെയ്തെടുത്തപ്പോൾ എൻ്റെ കണ്ണുകളെ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരളവിലേക്കാണ് ഈ ഒരു ഹെയർ പാക്ക് എനിക്ക് മാറ്റം തന്നിരിക്കുന്നത്. എൻ്റെ അമ്മേ, പറയാൻ വാക്കുകളില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മുടിക്ക് ഭംഗിയില്ല, മുടിക്ക് ഉള്ളില്ല, മുടിക്ക് ലെങ്ത് ഇല്ല, മുടി കാണാൻ ഒട്ടും തന്നെ ഒരു സുഖമില്ല, അങ്ങനെയൊക്കെ വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ യൂസിൽ നിങ്ങളുടെ മുടിയെ മാജിക് പോലെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ഹെയർ പാക്ക്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.